അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങൾ സ്വീഡനിലായിരുന്നു ഗൈസ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചേച്ചി സ്വീഡനിലേക്ക് വരേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് നാട്ടിലേക്ക് പോകേണ്ടിരുന്ന ഞങ്ങൾ അവസാനം സ്വീഡനിൽ ക്രിസ്മസ് ആഘോഷിച്ചു. എത്തിയ ഉടനെ അറിയാലോ, പെട്ടി പൊട്ടിച്ചു. കഴിക്കുന്നു. ഞങ്ങളിപ്പോൾ ഒരു ഇന്ത്യൻ സ്വീറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ചേച്ചി കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. റിമൂവ് ചെയ്യും. നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനിൽ മാത്രം കണ്ടുവരുന്നതല്ല, പൊട്ടത്തരം വിളിച്ചു പറയരുത്. എന്താണ് ചേച്ചി ചെയ്യുന്നത്? ഞങ്ങൾക്ക് വേണ്ടി പൊറോട്ടയും ചിക്കൻ കറി. ഞങ്ങൾ അപ്പോൾ ഓടിക്കാലും വെറുതെ ഞാൻ കൊണ്ടുപോവാം. ബീഫുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ബീഫും കൂട്ടി പൊറോട്ടയും ചിക്കനും കഴിച്ചു ഗൈസ്. ബീഫില്ലാണ്ട് എന്താക്കും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്റ്റോക്ക്ഹോം സിറ്റിയൊക്കെ ഒന്ന് കറങ്ങണ്ടേ. അപ്പം അതിന് ചേച്ചി ഞങ്ങളൊക്കെ കൂടിയിട്ട് ജങ്കാറിൽ കയറിയിട്ടാണ് സ്റ്റോക്ക്ഹോം സിറ്റിയിലേക്ക് പോയത്. ഞങ്ങളങ്ങനെ സ്റ്റോക്ക്ഹോം സിറ്റി എത്തി. പിന്നെ ഒട്ടും സമയം വേസ്റ്റാക്കിയില്ല, ഇക്കിയയിലേക്ക് വെച്ച് പിടിച്ചു. പക്ഷെ ഇക്കിയയിൽ ഫർണിച്ചേഴ്സും ഹോം ഡെക്കോറും മേടിക്കാനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഇക്കിയയിലത്തെ റെസ്റ്റോറൻറ്റ് സെക്ഷനിലേക്കാണ് പോയത്. അവിടുത്തെ സ്വീഡിഷ് മീറ്റ് ബോൾസ് നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ളത് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അതിൻ്റെ ഒപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് സാലഡും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പച്ചമീനും പച്ച പ്രോൺസൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം പൊളിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഈവനിങ് സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നടക്കാൻ ഇറങ്ങി. അവിടെ പാലസ് ഏരിയയുടെ അടുത്ത് നല്ലോണം ഒരു ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പാലസ് ഏരിയയുടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ കയറി മൊത്തത്തിൽ സിറ്റി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുൻസ്റ്റ ഗാർഡൻ ലൊക്കേഷനിൽ ഒരു കേവിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അത് ആക്ച്വൽ കേവാണ്. അതിൻ്റെ ഉള്ളിൽ അവരുടെ പഴയ സിവിലൈസേഷൻ്റെ റിമെയിൻസ് ഇനി അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.